കലുങ്ക് സംവാദത്തിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അപമാനിച്ച കൊച്ചുവേലായുധന്റെ വീട് നിർമ്മാണം പൂർത്തിയാക്കി CPIM. 75 ദിവസം കൊണ്ടാണ് ചേർപ്പുപുള്ളിൽ CPIM കൊച്ചുവേലായുധന് വീടൊരുക്കിയത്. അവസാനഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം വീട് കൈമാറും. CPIM ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചെലവിട്ടാണ് വീട് നിർമ്മിച്ചത്. 2 കിടപ്പുമുറികളും അനുബന്ധ സൗകര്യങ്ങളുമുള്ള 600 സ്ക്വയർ ഫീറ്റ് വീടാണ് ഒരുക്കിയത്. ആലപ്പാട് സ്വദേശി കരുമാരശ്ശേരി ശശിധരനും CPIMനൊപ്പം ചേർന്ന് ഭവന നിർമ്മാണത്തിനായി സഹായിക്കുന്നുണ്ട്. കലുങ്ക് സംവാദത്തിനിടെ തനിക്ക് നിവേദനം നൽകാനെത്തിയ കൊച്ചുവേലായുധനെ മടക്കി അയക്കുന്ന സുരേഷ് ഗോപിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ചർച്ചയായിരുന്നു. സംവാദം നടന്നുകൊണ്ടിരിക്കെയാണ് കൊച്ചുവേലായുധൻ നിവേദനവുമായി വന്നത്. നിവേദനം ഉൾക്കൊള്ളുന്ന കവർ സുരേഷ് ഗോപിക്ക് നീട്ടിയപ്പോൾ ഇതൊന്നും MPയുടെ ജോലിയല്ല, പോയി പഞ്ചായത്തിൽ പറയൂ എന്ന് പറഞ്ഞ് മടക്കുകയാണ് ചെയ്തത്. BJP ഭരിക്കുന്ന അവിണിശ്ശേരി പഞ്ചായത്തിൽ മാത്രമാണോ MP ഫണ്ട് നൽകുക എന്ന് ചോദിക്കുമ്പോൾ അതേ പറ്റുന്നുള്ളൂ ചേട്ടാ എന്ന് MP പറയുന്നതും വീഡിയോയിൽ കേൾക്കാം. തുടർന്ന് സുരേഷ് ഗോപിക്കെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. പിന്നാലെയാണ് CPIM ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചുവേലായുധന്റെ വീട് നിർമ്മാണം ഏറ്റെടുത്തത്. അതേസമയം വാസ്തവ വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് സുരേഷ് ഗോപി ശ്രമിക്കുന്നതെന്ന് പറയുകയാണ് മന്ത്രി R. ബിന്ദു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലെ 4ാം നില സുരേഷ് ഗോപിയുടെ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞു നടക്കുന്നത്. അത് പച്ചക്കള്ളമാണ് എന്നാണ് മന്ത്രി ബിന്ദു പറയുന്നത്. പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന നിർമ്മിതിയാണ് കഴിഞ്ഞ നവംബർ 6-ന് ഉദ്ഘാടനം ചെയ്ത കെട്ടിടം. സർക്കാരിന്റെ വാർഷിക പദ്ധതിയിൽ 8 കോടി രൂപയും നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 കോടി രൂപയും ചേർന്ന് ആകെ 20 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇതിനായി 1 രൂപ പോലും തൃശൂർ MP അനുവദിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. സുരേഷ് ഗോപി MP ആയി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് തന്നെ 1ാം ഘട്ടം പൂർത്തീകരിച്ച് 2023 ജനുവരി 13-ന് 1ാം ഘട്ട നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. നവംബർ 6-ന് ഉദ്ഘാടന പരിപാടി നിശ്ചയിച്ചതിനു പിന്നാലെ ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന്റെ CSR ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് ആശുപത്രി അധികൃതർക്ക് ലഭിച്ചു. കത്ത് ലഭിച്ചുവെന്നല്ലാതെ യാതൊരു തുടർ നടപടികളും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി ആരോപിച്ചു. ഇപ്രകാരം നുണപ്രചാരണങ്ങൾ നടത്തുന്നവർക്ക് തെരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകുമെന്നും മന്ത്രി ബിന്ദു വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്.